ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ പുതിയ അധ്യക്ഷനാകാൻ അപ്രതീക്ഷിതമായി മിഥുൻ മൻഹാസ് എത്തിയതെങ്ങനെ? മുൻ IPL താരവും ഡൽഹി നായകനുമായിരുന്ന മിഥുൻ മൻഹാസ് മാത്രമാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. വമ്പൻ പേരുകൾ ഉയർന്നുകേട്ട BCCI പ്രസിഡന്റ് സ്ഥാനത്ത് അപ്രതീക്ഷിതമായ ട്വിസ്റ്റായിരുന്നു മിഥുൻ മൻഹാസ്. ഒരിക്കൽ പോലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രതിനിധീകരിച്ചിട്ടില്ലാത്ത അൺക്യാപ്ഡ് ക്രിക്കറ്റ് താരം 45-കാരൻ മിഥുൻ മൻഹാസ് രാജ്യത്തെ ഏറ്റവും ശക്തമായ കായിക സംഘടനയുടെ തലവനാകുമ്പോൾ അതൊരു മധുര പ്രതികാരം കൂടിയാവുകയാണ്. ജമ്മുവിൽ ജനനം, പലതവണ ക്രിക്കറ്റ് അവസരങ്ങൾ തേടി തലസ്ഥാന നഗരിയിലെത്തി. ഒടുവിൽ 1997-98 സീസണിൽ ഡൽഹിക്ക് വേണ്ടി കളിച്ചാണ് മിഥുൻ മൻഹാസ് ക്രിക്കറ്റ് കരിയർ ആരംഭിച്ചത്. 20 വർഷത്തോളം ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള മിഥുൻ മൻഹാസ് 157 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് 9714 റൺസും രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ 206 ഇന്നിംഗ്സുകളിൽ നിന്നും 8554 റൺസുകളും നേടി. മിന്നും ഫോം തുടർന്നെങ്കിലും ഒരിക്കൽ പോലും ഇന്ത്യൻ കുപ്പായം അണിയാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. സച്ചിൻ ടെണ്ടുൽക്കറും രാഹുൽ ദ്രാവിഡും VVS ലക്ഷ്മണും ഗാംഗുലിയും ഒക്കെ തകർത്ത് കളിക്കുന്ന കാലത്ത് പ്രതിഭാ ധാരാളിത്തമെന്ന നിർഭാഗ്യത്തിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ മാത്രം ഒതുങ്ങി. 2007-08 രഞ്ജി ട്രോഫി സീസണിൽ ഡൽഹി രഞ്ജി കിരീടം ഉയർത്തിയത് മൻഹാസിന്റെ മികവിലാണ്. ടൂർണമെന്റിൽ 57.56 ശരാശരിയിൽ 921 റൺസാണ് മൻഹാസ് അടിച്ചുകൂട്ടിയത്. ലിസ്റ്റ് A ക്രിക്കറ്റിൽ 130 മത്സരങ്ങളിൽ നിന്നായി 4126 റൺസും 91 2020കളിൽ 1170 റൺസും നേടിയിട്ടുണ്ട്. IPLൽ വിവിധ ടീമുകൾക്കായി 7 സീസണുകൾ കളിക്കുകയും ചെയ്തു. പിന്നീട് പഞ്ചാബ്, RCB, ഗുജറാത്ത് ടൈറ്റൻസ് എന്നീ ടീമുകളുടെ സഹപരിശീലകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ജമ്മു കശ്മീർ ക്രിക്കറ്റ് അസോസിയേഷന്റെ ക്രിക്കറ്റ് ഓപ്പറേഷൻസ് ഡയറക്ടറായുള്ള ഭരണപരിചയം BCCയെ നയിക്കാൻ മിഥുൻ മൻഹാസിന് കരുത്തേകും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.